കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലകൃഷ്ണൻ വീട്ടിലേക്ക് എത്തുമ്പോൾ രാജേശ്വരിയും ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനെ കാത്തിരിക്കുകയാണ്. എന്നാൽ അവരെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകാൻ തുടങ്ങുന്ന ഗോപാലകൃഷ്ണനോട് ബാലചന്ദ്രൻ പറയുകയാണ്, അളിയൻ ഒന്നവിടെ നിന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പറഞ്ഞോന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, വേലയും കൂലിയുമൊക്കെ ഇല്ലാതെ നടന്നു മടുത്തളിയ. ഒരു ബിസിനസ് തുടങ്ങിയാൽ എന്താന്ന് ആലോചിക്കുകയാണ്. അതിനെന്താ തുടങ്ങിക്കോന്നും ഗോപാലകൃഷ്ണനും പറയുന്നു. അത്രയും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പോകാൻ തുടങ്ങുമ്പോൾ നിൽക്കെന്നേ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഇറച്ചിക്കോഴി കച്ചവടം തുടങ്ങാനാണ് ആലോചന. അത് നിനക്ക് പറ്റിയ കച്ചവടമാണെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. ബാലചന്ദ്രൻ പറയുകയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പണം വേണമളിയ. കടമുറി എടുക്കാനും വാടക കൊടുക്കാനും എല്ലാത്തിനുമൊക്കെ ആയിട്ട് ഒരു 8-10 ലക്ഷം രൂപ എനിക്ക് വേണം. അളിയനൊന്ന് സഹായിച്ചാൽ എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. എൻ്റെ കയ്യിൽ ക്യാഷായിട്ടൊന്നും ഇല്ലയെന്ന് നിനക്കറിയാമല്ലോ, മൊത്തം റോളിങ്ങിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്രയും പറഞ്ഞു പോകാൻ തുടങ്ങുന്ന ഗോപാലകൃഷ്ണനെ കൈ പിടിച്ച് നിർത്തുകയാണ് ബാലചന്ദ്രൻ. കാശായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആധാരമോ മറ്റോ കൊടുത്താൽ ബാങ്കിൽ നിന്നും ലോൺ കിട്ടും. ഇവരുടെ സംസാരം ശ്രദ്ധിച്ചിരിക്കുകയാണ് രാജേശ്വരി. ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, ഈ വീടിൻ്റെ ആധാരമെടുത്ത് നിന്റെ വായിലേക്ക് തള്ളാനോ? ഈ വീടിൻ്റെ ആധാരം വേണമെന്ന് ഞാൻ പറഞ്ഞോ അളിയ? എനിക്ക് ആ ശാരദാമ്മ താമസിക്കുന്ന വീടിൻ്റെ ആധാരം മതി. അത് കേട്ടൊന്ന് പരുങ്ങുകയാണ് ഗോപാലകൃഷ്ണൻ. അത് രാജേശ്വരിയും ബാലചന്ദ്രനും ശ്രദ്ധിക്കുന്നു. ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ ചേച്ചിയോട് സംസാരിച്ചു. ചേച്ചിക്ക് വിസമ്മതമൊന്നും ഇല്ല. ഇനി അളിയനും കൂടി ഒന്ന് സമ്മതിച്ചാൽ ഞാനങ്ങ് രക്ഷപ്പെട്ടു പോകും. അത്രയും നേരം മിണ്ടാതിരുന്ന രാജേശ്വരി പറയുകയാണ്, എടുത്ത് കൊടുക്കണം ഗോപാലേട്ട. അന്നേരം ഒന്ന് ആകെ പരുങ്ങി ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അത് പിന്നെ രാജേശ്വരി. അതിന് മറുപടിയായി രാജേശ്വരി പറയുകയാണ്, ഗോപാലേട്ടൻ ഇപ്പോൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും പണത്തിന് അത്യാവശ്യം വന്നപ്പോൾ ആധാരമെടുത്ത് കൊടുത്തൂന്നല്ലേ? അതേന്ന് പറഞ്ഞൊപ്പിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം രാജേശ്വരി പറയുകയാണ്, ചുരുക്കി പറഞ്ഞാൽ ഈ വീട്ടിലിപ്പോൾ ആ ആധാരം ഇല്ല അല്ലേ? എൻ്റെ സുഹൃത്ത് യോഹന്നാനാണ് ഞാൻ ആ ആധാരമെടുത്ത് കൊടുത്തത്. കടം വീട്ടിയിട്ട് അയാൾ അത് ഉടനെ എടുത്തു തരും. അന്നേരം തൻ്റെ കയ്യിലിരുന്ന ആധാരം നിവർത്തി കാണിച്ചിട്ട് രാജേശ്വരി ചോദിക്കുകയാണ്, കണ്ടാൽ ദേ ഇതുപോലെ ഇരിക്കുമോ അത്? ഉത്തരമില്ലാതെ ഗോപാലകൃഷ്ണൻ നിൽക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, നിങ്ങൾ യോഹന്നാന് കൊടുത്ത അതേ ആധാരം. ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, അപ്പോൾ നീ കൂടി ചേർന്നാണ് ശാരികയെ ചതിച്ചത് അല്ലേ? അതെ, ചതിക്കും. രാജേശ്വരി ചതിച്ചത് രാജേശ്വരിയുടെ ജന്മശത്രുക്കളെയാണ്. പക്ഷെ കൂടെ നിന്ന് കുതികാൽ വെട്ടിയത് നിങ്ങളാണ്. നിങ്ങളുടെ കഴുത്തിലെ സ്വർണ്ണമാല കാണാതായപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു ശാരദയുടെ വീട്ടിലേക്ക് പണം ഒഴുകി തുടങ്ങിയെന്ന്. ശാരദയും മക്കളും കൂടി ഇവിടെ കല്യാണം ക്ഷണിക്കാൻ വന്ന അന്നാണ് നിങ്ങളുടെ കഴുത്തിൽ നിന്ന് മാമാല അപ്രത്യക്ഷമായത്. അതിനും നിങ്ങൾ വേറൊരു കഥ മെനഞ്ഞു. കൊളുത്തുവിട്ടു പോയതുകൊണ്ട് വിളക്കാൻ കൊടുത്തിരിക്കുകയാണെന്ന്. വിളക്ക് ചേർക്കുന്നത് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ്, രാജേശ്വരി, നീ വ്യാഖ്യാനിക്കുന്ന അത്ര അർത്ഥങ്ങളൊന്നും ഇല്ല അതിന്. ശാരികയുടെ കല്യാണം നടക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അന്നേരം ദേഷ്യത്തോടു കൂടി ഗോപാലകൃഷ്ണനെ നോക്കുകയാണ് രാജേശ്വരി. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, നടക്കില്ലളിയ. ഞാനും ചേച്ചിയും ജീവിച്ചിരിക്കുന്ന കാലം അത് നടക്കില്ല. വീണ്ടും ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ബാല, ശാരദയും മക്കളും നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഞാനും കൂടി ചേർന്ന് നമ്മൾ അവർക്കേ ദ്രോഹം ചെയ്തിട്ടുള്ളൂ. ശാരദയെ മറക്കാമെന്ന് ഞാൻ നിന്റെ ചേച്ചിക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ മക്കൾ, എൻ്റെ ചോരയിൽ പിറന്ന മക്കൾ, അവർക്കെതിരെ ഇനിയും ദ്രോഹം ചെയ്യാനാണ് നിങ്ങൾ തുനിഞ്ഞിറങ്ങുന്നതെങ്കിൽ ശേഷിക്കുന്ന കാലം ജയിലിൽ പോയി കിടക്കാനും മടിക്കില്ല ഗോപാലകൃഷ്ണൻ. ആ ഗോപാലകൃഷ്ണന്റെ ആ സംസാരം കേട്ട് ആകെ ഞെട്ടുകയാണ് രാജേശ്വരിയും ബാലചന്ദ്രനും. ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദമാണ് അവിടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ് ഗോപാലകൃഷ്ണൻ. ആകെ ഞെട്ടി നിൽക്കുന്ന രാജേശ്വരിയെ ചേച്ചി എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ വിളിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, അപ്പോൾ അവിടം വരെ എത്തി കാര്യങ്ങൾ. ചേച്ചി വിഷമിക്കേണ്ട, ഇതെല്ലാം കൈവിട്ടു പോകും എന്നുള്ള ഒരവസ്ഥ വന്നാൽ ജയിലിൽ പോയി കിടക്കുന്നത് അയാളായിരിക്കില്ല. അയാളെ ഈ മച്ചിൽ തന്നെ കെട്ടി തൂക്കും ഞാൻ. തുടർന്ന് കാണിക്കുന്നത് രാത്രി വിഷ്ണുവിനെയും കാത്ത് ഡൈനിങ് ടേബിളിന് മുന്നിലിരിക്കുകയാണ് ശാലിനി. ശാലിനിയെ കാണാതെ വിഷ്ണു വന്നിറങ്ങി മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി വിളിക്കുകയാണ്, അതെ, ഭക്ഷണം എടുത്തു വച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണു മുകളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, അതെന്താ, പുറത്തുനിന്നെങ്ങാനും കഴിച്ചോ? ഇല്ലാന്ന് വിഷ്ണു പറയുമ്പോൾ പിന്നെന്താ കഴിച്ചാലെന്ന് ചോദിക്കുകയാണ് ശാലിനി. വീണ്ടും വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി പറയുകയാണ്, മില്ലിലൊക്കെ കുറെ കറങ്ങി നടന്ന് ക്ഷീണിച്ചതല്ലേ, കഴിച്ചിട്ട് പോണം. അത് കേട്ട് ശാലിനിയെ ഒന്ന് വിഷ്ണു നോക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ആഹാരത്തിനോട് വിരോധം കാണിക്കണ്ട എന്ന് പറഞ്ഞെന്നേ ഉള്ളൂ.
തുടർന്ന് ശാലിനി ചോദിക്കുകയാണ്, അല്ല, ആരെ കാണിക്കാനാണ് ഈ അലഞ്ഞു തിരിയലും നിരാഹാര സമരവുമൊക്കെ? സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടി ഒരു ജോലി അന്വേഷിച്ചു പോയത് അത്ര കുറ്റമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിടിച്ചു പറിക്കാനോ മോഷ്ടിക്കാനോ ഒന്നും അല്ലല്ലോ ഞാൻ പോയത്. അത് കേട്ട് ശാലിനി പറയുകയാണ്, അതിനൊക്കെ ചിലപ്പോൾ പോയെന്നിരിക്കും, അതാണല്ലോ ട്രാക്ക് റെക്കോർഡ്. അത് കേട്ട് ശാലിനിന്ന് പതിയെ വിഷ്ണു വിളിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് തിരിഞ്ഞ് ശാലിനി പറയുകയാണ്, ശാലിനി തന്നെ നേരായ വഴിക്ക് നീങ്ങിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കഷ്ടപ്പാടിൻ്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? ഇയാൾ എന്തൊക്കെയായി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി പറയുകയാണ്, ഞാൻ പോലും അറിയാതെ എന്നെ സ്വപ്നം കണ്ട് നടന്ന് ശാരികേച്ചിയുടെ നിശ്ചയ ദിവസം ഇയാൾ എന്തൊക്കെ പ്രകടനങ്ങളാണ് കാട്ടിക്കൂട്ടിയത്. അവിടെ തുടങ്ങിയതാ എല്ലാമെന്ന് പറയുമ്പോൾ നിരാശയോടെ വിഷ്ണു ചോദിക്കുകയാണ്, ഇയാൾ ഈ പഴയതെല്ലാം ഇനിയും എന്തിനാണ് വിളമ്പുന്നത്? അതുകൊണ്ട് ആർക്കെന്താ പ്രയോജനം? വീണ്ടും ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, പഴങ്കഥ ഞാൻ വിളമ്പും. ഇപ്പോൾ മാത്രമല്ല, ഇനിയൊരു 1000 വട്ടം. അന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് ഇയാൾ എന്തൊക്കെയാണ് തകർത്തതെന്നറിയാമോ? എൻ്റെ ജീവിതം, വർഷങ്ങളായി ഞാൻ മനസ്സിൽ താലോലിച്ച് വളർത്തിയ എൻ്റെ സ്വപ്നങ്ങൾ. ദേഷ്യം കടിച്ചമർത്തി വിഷ്ണു പറയുകയാണ്, ഇതിനോടകം 1000 തവണ ഞാനിതൊക്കെ കേട്ട് കഴിഞ്ഞു. അല്ല, ഇയാളുടെ ജീവിതത്തിൽ ഞാൻ എന്തുണ്ടാക്കിയെന്നാണ് ഈ പറയുന്നത്? എന്ത് സ്വപ്നങ്ങളാണ് ഇയാൾക്ക് കൈമോശം വന്നത്? കല്യാണം കഴിഞ്ഞു എന്ന് കരുതി ഇയാൾക്ക് എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? ശാരദാമ്മയുടെ വീട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് താമസം മാറി എന്നു മാത്രം. എന്നിട്ട് ഇയാളുടെ വിരലിൽ എന്ന് ഉറക്കെ പറഞ്ഞിട്ട് പതിയെ പറയുകയാണ്, ഇയാളുടെ ഒരു വിരൽ തുമ്പിൽ പോലും ഞാൻ ഇതുവരെ സ്പർശിച്ചിട്ടില്ല. സിവിൽ സർവീസിന് അവിടെ ഇരുന്ന് പഠിക്കാമെങ്കിൽ ഇവിടെ ഇരുന്നും പഠിക്കാം. ഇനിയിപ്പോൾ പഠിക്കാനോ പരീക്ഷ എഴുതാനോ പണം എത്രയാണെന്ന് പറ, കൊണ്ടുവന്ന് തരാൻ ഞാൻ. ഇനിയിപ്പോൾ പുസ്തകങ്ങളാണ് വേണ്ടതെങ്കിൽ അതും എത്രയാണെന്ന് പറ, കൊണ്ടുവന്ന് മൂടാൻ ഞാൻ. സ്വന്തമായിട്ട് അധ്വാനിച്ച് ഭാര്യയെ പഠിപ്പിക്കണം എന്നുള്ളൊരു വാശി ഉള്ളതുകൊണ്ട് തന്നെയാണ് തടിമില്ലിലൊക്കെ ഞാൻ ജോലി അന്വേഷിച്ചു പോയത്. അല്ലാതെ വേറൊന്നിനും അല്ല. ഇയാളിന് കളക്ടറോ ഫേഷ്കാറോ എന്തു വേണമെങ്കിലും ആയിക്കോ. കല്യാണം കഴിഞ്ഞെന്ന് കരുതി എതിർക്കാൻ വരില്ല ഞാൻ. ഇനി നഷ്ടങ്ങളുടെ കണക്കെടുക്കാമെന്ന് വിഷ്ണു പറയുമ്പോൾ ദേഷ്യത്തോടെ വിഷ്ണുവിന് നേരെ കൈ ചൂണ്ടി ശാലിനി പറയുകയാണ്, നഷ്ടങ്ങളുടെ കണക്കെടുത്താൽ ഇയാളെ തോൽക്കുകയുള്ളൂ. പണമോ പുസ്തകങ്ങളോ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ജോലി ചെയ്യാൻ ആരോഗ്യമുള്ള ആണിൻ്റെ അഹങ്കാരം. ആ അഹങ്കാരം കൊണ്ട് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പൊട്ടിത്തകർന്നു കിടക്കുന്ന എൻ്റെ ശാരികേച്ചിയുടെ ജീവിതം? ഹോട്ടൽ നടത്തി ജീവിക്കുന്ന ശാരദാമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നതല്ല 30 പവൻ സ്ത്രീധനം. ഒരാളുടെ കല്യാണം കഴിഞ്ഞാൽ തന്നെ അടുത്തയാൾ നിൽക്കുന്നു. വീടും ഹോട്ടലുമൊക്കെ വിറ്റുപെറുക്കി തെരുവിലേക്ക് അങ്ങിറങ്ങാൻ പറ്റുമോ? എന്നിട്ടും എങ്ങനെയൊക്കെയോ അതൊക്കെ സംഘടിപ്പിച്ചു. അപ്പോഴായിരുന്നെങ്കിൽ അതെങ്ങനെയെങ്കിലും നടന്നു പോകുമായിരുന്നു. രാജീവ് സാറുമായി ഇനി ഒരിക്കലും ശാരികേച്ചിയുടെ വിവാഹം നടക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല എന്നൊക്കെ സങ്കടത്തോടു കൂടി പറയുകയാണ് ശാലിനി. ഇതിനൊന്നും ഉത്തരമില്ലാതെ അവിടെ തന്നെ നിൽക്കുകയാണ് വിഷ്ണു. സാറിനല്ലാതെ മറ്റൊരു പുരുഷനും ഈ ജീവിതത്തിൽ ശാരികേച്ചി മനസ്സിൽ ഇടം കൊടുക്കുകയുമില്ല. മനസ്സ് നൊന്ത് ശാരികേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്താലും 5 ജന്മത്തിൽ തപസ് ചെയ്താലും തീരില്ല ആ കടമെന്ന് വിഷ്ണുവിനെ കുലുക്കി പറയുകയാണ് ശാലിനി. സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി വിഷ്ണു പറയുകയാണ്, ഞാൻ ശ്രമിക്കാം ശാലിനി, ശ്രമിക്കാം. പൊട്ടിപ്പോയതെല്ലാം കൂട്ടിച്ചേർക്കാൻ പറ്റുമോന്ന് ഞാൻ ശ്രമിക്കാം. അത്രയും പറഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ ശാരദാമ്മയോട് സംസാരിക്കുകയാണ് ശ്രീരഞ്ജിനി പറയുകയാണ്, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ശാലിനിയുടെ വീട്ടിൽ തന്നെ ഇത് നടക്കുന്നതാണ് എനിക്ക് അത്ഭുതം. സ്ത്രീധനം പ്രത്യക്ഷമായോ പരോക്ഷമായോ ആവശ്യപ്പെടുന്നതിന് നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ ശാരദാമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രീരഞ്ജിനി. കുറഞ്ഞത് 6 മാസം അകത്ത് കിടക്കും. അത് ചിലപ്പോൾ 2 വർഷമായെന്നും ഇരിക്കും. ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് അടുത്ത് തന്നെ നിൽക്കുകയാണ് ശാരികയും ശ്യാമയുമൊക്കെ. തുടർന്ന് ശാരികയോട് പറയുകയാണ്, നീ മാത്രമല്ല നിന്റെ കുടുംബം മുഴുവൻ അപമാനിക്കപ്പെട്ടു. എൻ്റെ അമ്മാവനടക്കം നാട്ടുകാരെല്ലാവരും സാക്ഷികളാണ്. നീ പരാതി തരണമെന്നില്ല. കണ്ടു നിന്നവർ ആരെങ്കിലും ഒരു കടലാസിൽ എഴുതി തന്നാൽ മതി. പക്ഷെ സംഭവിച്ചതെല്ലാം നീ പോലീസിനും കോടതിക്കും മുൻപിൽ തുറന്നു പറയണമെന്ന് മാത്രം. പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശിക്ഷ ഞാനവർക്ക് വാങ്ങിച്ചു കൊടുക്കാം. തയ്യാറുണ്ടോ നീ എന്ന് ശാരികയോട് ചോദിക്കുകയാണ് ശ്രീരഞ്ജിനി. അന്നേരം ശാരദാമ്മ പറയുകയാണ്, മോളിപ്പോൾ കുറച്ച് നിയമങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അതിനൊന്നും വിവരമില്ലാത്ത ഒരു പാവമാണ് ഈ ഞാൻ. ആകെ എനിക്കറിയാവുന്നത് മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് മാത്രമാണ്. രാജീവ് സാറിനെ ശാരിക ഇഷ്ടപ്പെട്ടു പോയി. ആ ഇഷ്ടത്തിൻ്റെ തൂക്കം എത്രയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? സ്ത്രീധനം ചോദിക്കാത്തവരുമായി വിവാഹം നടത്താം. പക്ഷേ ശാരികയ്ക്ക് രാജീവ് സാറിനെ മാത്രമാണ് ഇഷ്ടമെങ്കിലോ? പണം കൊടുത്തില്ലെങ്കിലും അവളെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്നത് പോലെ ആവില്ലേ അത്?
നിങ്ങളുടെ ഭാഷയിൽ അതിന് സ്ത്രീധനമെന്നൊക്കെ പറയും. പക്ഷേ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ ഒരു മകളെ അന്യ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ നമ്മൾ സമ്പാദിച്ചതിൽ നിന്നും ഒരു ഓഹരി അവൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ചെയ്യണ്ടേ ശ്രീമോളെ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ് ശ്രീരഞ്ജിനിയോട്. അതോ സ്ത്രീധനം കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഉടുവസ്ത്രം മാത്രം ബാക്കിയാക്കി പടിയിറക്കി വിടുമോ? എനിക്ക് കിട്ടിയ സ്ത്രീധനമാണ് ഈ ഹോട്ടലും വീടുമൊക്കെ നിൽക്കുന്ന ഭൂമി. എൻ്റെ വീട്ടുകാര് ഗോപാലേട്ടൻ്റെ പേരിൽ അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തെന്നേ ഉള്ളൂ. കൂടാതെ 30 പവനും. അതൊക്കെ പെണ്ണിനൊരു മുതൽക്കൂട്ടാണ്. ഈ ഭൂമിയിലൊരു അവകാശം എനിക്ക് പറയാനുള്ളതുകൊണ്ടാണ് ഞാനും എൻ്റെ മക്കളുമൊക്കെ ഈ ഭൂമിയിൽ കാൽ ചവിട്ടി നിൽക്കുന്നത്. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, ശാരദാമ്മേ, നിങ്ങളും മറ്റുള്ളവരെ പോലെ ഇങ്ങനെ പിന്തിരിപ്പൻ ചിന്താഗതി പ്രവർത്തിക്കരുത്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കുമ്പോഴാണ് നമ്മൾ പിന്തിരിപ്പനായിട്ട് തോന്നുന്നത്. നാളെ മോൾക്കൊരു കല്യാണാലോചന വന്നാൽ സ്ത്രീധനമായിട്ട് ഒരു 20 ലക്ഷത്തിൻ്റെ കാറ് സമ്മാനമായി കൊടുത്താൽ വേണ്ടെന്ന് പറയുമോ മോള്? കല്യാണത്തിനിടാൻ 10 ലക്ഷത്തിൻ്റെ ഒരു ഡയമണ്ട് നെക്ലേസ് അച്ഛൻ തന്നാലോ വേണ്ടെന്ന് പറയുമോ? ശ്രീരഞ്ജിനി മറുപടിയില്ലാതെ നിൽക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ഇതെല്ലാം സ്ത്രീധനം തന്നെയാണ്. ഉള്ളവന് സമ്മാനം, ഇല്ലാത്തവനോ അത് സ്ത്രീധനം. ഇതൊക്കെ പറഞ്ഞാലും സ്ത്രീ തന്നെയാണ് ഏറ്റവും വലിയ ധനം. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുന്ന വളരെ ചുരുക്കം പുരുഷന്മാരേ ഉള്ളൂ. അതിലൊരാളാണ് രാജീവ് സാർ എന്ന് ശാരിയെ നോക്കി പറയുകയാണ് ശാരദാമ്മ. ചങ്ക് പറിച്ചാണ് ആ മോൻ എൻ്റെ ശാരികയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അപമാനവും വേദനയും ഒക്കെ ഞങ്ങൾ സഹിക്കുന്നത്. പിന്നെ വിജയലക്ഷ്മിക്ക് കൊടുക്കുന്ന 30 പവൻ അത് അമ്പലത്തിൽ കാണിക്കയിട്ടതായിട്ട് കണക്കാക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ കുഞ്ഞിനോ രാജീവ് സാറിനോ അതിൻ്റെ ആവശ്യം വരുമായിരുന്നില്ല. അതിനേക്കാളുമൊക്കെ എത്രയോ ഉയരെയാണ് അവർ തങ്ങളിലുള്ള സ്നേഹമെന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. അന്നേരം മിണ്ടാതെ ശ്രീരഞ്ജിനി നിൽക്കുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, അയ്യോ മോളെ, മോൾക്ക് പരിഭവമായോ ഞാൻ പറഞ്ഞത്? ഒരിക്കലുമില്ല ശാരദാമ്മേ, ഞാൻ നിയമം വായിച്ചു പഠിച്ചു. പക്ഷെ ശാരദാമ്മ അനുഭവങ്ങളിൽ നിന്നും പഠിച്ചു. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിനുശേഷം ശാരികയുടെ തോളിൽ തട്ടി പറയുകയാണ്, ഈ ശാരിക കുട്ടിയുടെ പ്രണയം സഫലമാകാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകും. എന്നിട്ട് ശാരദാമ്മയോട് പറയുകയാണ്, ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ ശാരദാമ്മയെ കണ്ട് കുറച്ചൊക്കെ ദൈവവിശ്വാസം തോന്നിത്തുടങ്ങി. ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാനന്ന് അഗർത്തലയിലായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. എന്ത് സഹായത്തിനും എന്നെ വിളിക്കാം എന്ന് ശാരദാമ്മയോട് പറഞ്ഞിട്ട് പോവുകയാണ് ശ്രീരഞ്ജിനി. തുടർന്ന് കാണിക്കുന്നത് കട്ടിലിരുന്ന് വിഷ്ണു ആരോടോ ഫോൺ ചെയ്യുകയാണ്. സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നു. അതിനുശേഷം സന്തോഷത്തോടു കൂടി ഫോൺ വെച്ച് എന്തോ ആലോചിച്ച് സന്തോഷത്തിലിരിക്കുകയാണ് വിഷ്ണു. അന്നേരമാണ് സത്യഭാമ ഉച്ചത്തിൽ വിഷ്ണു എന്ന് വിളിക്കുന്നത്. തുടരെയുള്ള വിളി കേട്ട് താഴേക്ക് ഇറങ്ങിയാണ് വിഷ്ണു. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, ഫാമേ, നീ എന്താണ് കാര്യമെന്ന് പറയേ. അന്നേരം ദേഷ്യത്തോടെ ഭാമ പറയുകയാണ്, അവൻ വരട്ടെ എന്നിട്ട് പറയാം. സത്യഭാമയുടെ വിളിയൊക്കെ കേട്ട് അങ്ങോട്ടെത്തുകയാണ് പ്രീതിയും ശാലിനിയും. വീണ്ടും വിഷ്ണു എന്ന് വിളിക്കുമ്പോൾ മുകളിൽ നിന്ന് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങ് വാന്ന് പറയുകയാണ് സത്യഭാമ. ആ ബഹളമൊക്കെ കേട്ട് സുസ്മിതയും അവിടേക്ക് വരികയാണ്. എന്താ അമ്മയെന്നും പറഞ്ഞ് വിഷ്ണു വരുമ്പോൾ സത്യഭാമ പറയുകയാണ്, ഞാനൊരു കാര്യം അറിഞ്ഞു, അത് സത്യമാണോ എന്നറിയണം. അല്ല അമ്മ ചോദിക്ക്, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. സത്യഭാമയുടെ മകൻ ഊരുതണ്ടി ജോലി ഇരക്കുകയാണെന്ന് സത്യമാണോ അല്ലയോ എന്ന് ചോദിക്കുകയാണ് ഭാമ. അന്നേരം മുഖം തിരിക്കുന്ന വിഷ്ണുവിനെ പിടിച്ചു നിർത്തി സത്യഭാമ ചോദിക്കുകയാണ് മറുപടി പറയാൻ. അന്നേരം സത്യമാണ് എന്ന് പറയുകയാണ് വിഷ്ണു. അത് കേട്ട് ഭാമ ചോദിക്കുകയാണ്, അപ്പോൾ മനഃപൂർവ്വം എന്നെ അപമാനിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? സങ്കടത്തോടെ വിഷ്ണു ചോദിക്കുകയാണ്, അമ്മേ, ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ അമ്മയ്ക്ക് എന്താണ് അപമാനം? എടാ, സത്യഭാമയുടെ സ്ഥാപനങ്ങളിലും കമ്പനികളിലും ഒക്കെയായി ആയിരങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ജോലി കൊടുക്കുന്നവളാണ് ഈ ഞാൻ. അങ്ങനെയുള്ള എൻ്റെ മകൻ ജോലി ഇരുന്ന് നടക്കുന്നു. അതെനിക്ക് മാനക്കേടാണ്. ഇതൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് രാഘവൻ നായരും പ്രീതിയും ശാലിനിയും ഒക്കെ. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, അമ്മേ, ആണുങ്ങൾ ജോലി ചെയ്തല്ലേ കുടുംബം പുലർത്തേണ്ടത്? അതിനിപ്പോൾ എന്താ ഇത്ര നാണക്കേട്? ഈ കുടുംബം പുലർത്താൻ നീ മറ്റൊരാളുടെ മുമ്പിൽ കൈകെട്ടി തല കുനിച്ച് നിൽക്കേണ്ട കാര്യം ഇല്ല. അതിന് നിന്റെ അച്ഛനും അമ്മയും സമ്പാദിച്ച പണമുണ്ട്. ഇട്ടു മൂടാനുള്ള അത്രയും പണം എന്ന് ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഈ കുടുംബത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്. വിഷ്ണുവിൻ്റെ ആ വർത്തമാനത്തിൽ ആകെ ഞെട്ടി അമ്പരന്ന് വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഭാമ. അന്നേരം അവിടേക്ക് വന്ന് സുസ്മിത പറയുകയാണ്, ആൻറ്റിക്കിപ്പോൾ മനസ്സിലായില്ലേ? കാര്യങ്ങളുടെ കിടപ്പുവശം. 4 രൂപ ലാഭം കിട്ടാനായിട്ട് എച്ചിലെടുക്കുന്നവരുടെയും ചായ ഗ്ലാസ് കഴുകുന്നവരുടെയും കൂടെയല്ലേ സഹവാസം?
എനിക്ക് കൺമഷി വേണം, ലിപ്സ്റ്റിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവേട്ടനെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് ശാലിനിയെ നോക്കി പറയുകയാണ് സുസ്മിത. ഇനി അധികം വൈകില്ല, സ്വന്തമായി കിടപ്പാടം വേണമെന്ന് പറഞ്ഞ് പുറംപോക്കിൽ പോയി കൂര കെട്ടി താമസിക്കും ഉടനെ തന്നെ. അങ്ങോട്ടാ കാര്യങ്ങളുടെ പോക്ക് എന്ന് സുസ്മിത പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി ശാലിനി ചെന്ന് സുസ്മിതയെ പിടിച്ചു നിർത്തിയിട്ട് കൈ ചൂണ്ടി പറയുകയാണ്, സുസ്മിതയെ വേണ്ടാത്തത് പറയരുത്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ കണ്ടോ ഞാൻ എൻ്റെ ഭർത്താവിനെ ജോലിക്ക് പോകാൻ നിർബന്ധിക്കുന്നത്? അന്നേരം സുസ്മിത ചോദിക്കുകയാണ്, നീ അല്ലെങ്കിൽ പിന്നെ ആരാടി? എല്ലാ കാര്യങ്ങളും കാണണം എന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇതാണ് തലേണമന്ത്രം എന്ന് പറയുന്നത്. ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ട് മതി നിർത്ത് എന്ന് ഉച്ചത്തിൽ പറയുകയാണ് വിഷ്ണു. എന്നിട്ട് ശാലിനിയെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് വിഷ്ണുവിൻ്റെ ആ നോട്ടത്തിൽ പകച്ചു നിൽക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്